വാഴ്ത്തി വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ഒരു ദൈവിക ദൂതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയ്ക്ക് മാത്രം എഴുതിയതല്ല, എക്കാലത്തുമുള്ള സകല ജനത്തിനും വേണ്ടി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ ഒരർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലായി, ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല വ്യക്തിയായി മാറണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നല്ലൊരു മനുഷ്യനായി മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾക്ക്, നിങ്ങളുടെ നിരൂപണങ്ങൾക്ക്, നിങ്ങളുടെ ഭാവനകൾക്ക് ഒരു മാറ്റം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുവാനായി നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കണം. നമ്മുടെ ഹൃദയം അടയ്ക്കാൻ പാടില്ല. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുതുക്കണം. മനസ്സിനെ പുതുക്കാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. മൂന്നാമതായി, ദൈവസ്ഥിതി നിങ്ങളുടെ ഹൃദയം വാഞ്ഛയുള്ളതായിരിക്കണം, പ്രാർത്ഥിക്കാനുള്ള വാഞ്ഛ. നാലാമതായി, ഹൃദയത്തിൽ ദാഹം വേണം. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമതായി, ജീവിതത്തിൽ പ്രതീക്ഷ വേണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഒരുക്കിയെടുത്ത് കൊണ്ടുവരുവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറാൻ കഴിയുള്ളൂ. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ യാഗം അർപ്പിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ജീവനില്ല, നിർജ്ജീവമായ ആരാധന ആചാരങ്ങളാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയാൻ ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. ഏക മനുഷ്യന്റെ ലംഘനം എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യൻ എന്ന ആദമിന്റെ ലംഘനം മുഖാന്തരം സകല മനുഷ്യരും പാപം മുഖാന്തരം മരണം മുഖാന്തരം അങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഏകന്റെ ലംഘനത്താൽ പാപത്താൽ മരണവും ലോകത്തിൽ വരുന്നു എന്ന് നമ്മൾ റോമലേഖനം 5-10 വായിക്കുന്ന പോലെ പാപം പിടിച്ച ശരീരം, പാപം നിറഞ്ഞ ജീവിതം, പാപം നിറഞ്ഞ നമ്മുടെ ഈ മൺകൂടാരത്തിൽ നമുക്കൊരു മോചനം ആവശ്യമാണ്. ആ മോചന കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. കാരണം ഈ പാപം നിറഞ്ഞ ശരീരത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത്? പാപത്തിൽ വീണ് കിടന്ന, അധർമ്മത്തിൽ വീണ് കിടന്ന, സമാധാനമില്ലാതെ ശാപത്തിനും രോഗത്തിനും വിധേയപ്പെട്ട് കിടന്ന എന്റെയും നിങ്ങളുടെ ശരീരത്തെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ മഹിമകളെ വെട്ടി ഭൂമി വന്നിട്ട് കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ തന്നെ പരമയാഗമായി അർപ്പിച്ച് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല. നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളതായി മാറണം. താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ വിലയെന്ന് പറയുന്നത് അവന്റെ രക്തമാണ്. ഹല്ലേലൂയ. ആ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ എപ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരെല്ലാം എന്തോ പൊട്ടക്കുഴി ജീവിക്കുന്നത് പോലെയാ. ഹല്ലേലൂയ. രക്തം ചെയ്യും. പൊട്ടക്കുഴിയിൽ കിടന്നാൽ നമുക്കൊരിക്കലും സ്വസ്ഥതയില്ല. അല്ലെങ്കിൽ എല്ലാ പൊട്ടും ചെളുക്കും ഒക്കെ അതിനകത്ത് കാണും.
അതുകൊണ്ട് പൊട്ടക്കുഴിയുടെ അനുഭവത്തിൽ ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി ലേവിയ പ്രത്യാശയോടെ ജീവിക്കണമെന്നുള്ളതാണ്. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ സ്നേഹിത, നീ കിടക്കുന്നത് പൊട്ടക്കുഴിയിലാണോ അതോ നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഹൃദയത്തോടെ ജീവിക്കുന്നവരാണോ? പൊട്ടക്കുഴി എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്. ലോകം തന്നെ ഒരു പൊട്ടക്കുഴിയാണ്. ഇവിടെ ഇല്ലാത്തത് എന്താ ഉള്ളത്? ഒരു പൊട്ടക്കിണറ് കണ്ടിട്ടില്ലേ? എല്ലാം വേസ്റ്റും കൊണ്ട് വലിച്ചു തള്ളിയിരുന്നത് ആ പൊട്ടക്കുഴിയിലാണ്. അതിനകത്ത് ജീവനുള്ളതും ഉണ്ടാകും, ജീവനില്ലാത്തതും ഉണ്ടാകും. ചിലപ്പോൾ ശ്വാസം പോലും കിട്ടത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ ലോകം. അല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചാലും ഞാൻ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം എന്റെ കാഴ്ചയിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നു. പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും കർത്താവിന് ആവശ്യമാണ്. നമ്മുടെ മനസ്സും ശരീരവും കർത്താവിന് ആവശ്യമാണ്. അപ്പൊ ജീവനുള്ള യാഗമായി സമർപ്പിക്കും. നമ്മുടെ ശരീരം ജീവനുള്ള യാഗമായി സമർപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകണം. ജീവനില്ല എങ്കിൽ അതെല്ലാം നിർജീവമാണ്. ഹല്ലേലൂയ. ജീവൻ നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ ആത്മജീവൻ പ്രാപിക്കുന്നത്. നമ്മളല്ലാതെ നോക്കുമ്പോൾ എല്ലാവർക്കും ജീവനുണ്ട്. ജീവനില്ലാത്തവരല്ല, ജീവനുള്ളവരാണല്ലോ എല്ലാവരും ഉള്ളത്. പക്ഷെ ആ ജീവനകത്ത് ആത്മീയജീവൻ ഉണ്ടാകണം. അപ്പൊ ആത്മീയജീവൻ ഉണ്ടായെങ്കിൽ മാത്രമേ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുള്ളൂ. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാല് അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല എന്റെ ശരീരം വിശുദ്ധി ഉള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെ ശരീരം അശുദ്ധിയാൽ നിറയപ്പെട്ടതാണ്. വേഷഭൂഷാദികൾ കൊണ്ടൊക്കെ എല്ലാവരും നിറഞ്ഞു നിൽക്കുക. അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ശരീരം നമുക്ക് ഭയങ്കര സൗരഭ്യം തരുന്ന പോലെ തോന്നും. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ അത്തർ കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്, സെന്റ് വിൽപ്പന ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അവര് അത്തർ വിൽപ്പനയ്ക്ക് സെന്റ് വിൽപ്പനയ്ക്ക് ഒക്കെ ആയിട്ട് റോഡിൽ വരും. ഒരു വലിയ കാറും ഒക്കെ എടുത്ത് ഒരുപാട് സെന്റ് കുപ്പികളൊക്കെ നിവർത്തി വെച്ചുകൊണ്ട് റോഡിൽ നിരത്തി വെക്കും. അവര് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും നല്ല മണമുള്ള കുറെ സെന്റോ അല്ലെങ്കിൽ അത്തറോ ഒക്കെ അവരുടെ ശരീരത്തിനും ഉടുപ്പിലും എല്ലാം എത്തിയേക്കും. ഹല്ലേലൂയ. അവരുടെ ശരീരവും ഉടുപ്പും അവരുടെ എവിടുന്ന വസ്ത്രം മുഴുവൻ അവരുടെ വണ്ടിയും അവരെ വെച്ചിരിക്കുന്ന സാധനങ്ങളിലും നല്ല മണമുള്ള മണിക്കൂറുകൾ നിൽക്കുന്ന മണമുള്ള അത്തർ കൊണ്ട് അതിന് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുറെ കുപ്പിയിലെല്ലാം നിറച്ചു വെക്കും. അപ്പൊ നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചെന്നിട്ട് നല്ല മണം കെട്ട അകലെ വരുമ്പോഴേ എത്ര വിൽക്കുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ വരുന്ന അത്ര നല്ല മണം വണ്ടി നിർത്തും. അവര് പറയുന്നത് വിലയ്ക്ക് വാങ്ങും. അപ്പൊ അവര് നമ്മുടെ കയ്യിലൊക്കെ തേച്ച് തരും. നോക്കുമ്പോൾ ഇന്ന് ഭയങ്കര മണമായിരിക്കും. കാരണം ആ ദേശം മുഴുവൻ മണം കണ്ട് പകർന്നിരിക്കും. നമ്മൾ പടർന്നു നിൽക്കുന്നുണ്ട്. ഈ മണം നമുക്കറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ വന്ന് ആ അത്ര വിൽക്കുന്നിടത്തെ മണത്തിൽ നമ്മൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ മേടിച്ച സാധനത്തിനകത്ത് ആ മണമില്ല, ജീവനില്ലാത്തതാണ് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിലും നമ്മൾ ജീവനില്ലാത്തവരാണ്. വിശുദ്ധിയില്ല. വിശുദ്ധിയുള്ള ശരീരത്തിലാണ് ദൈവം വസിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരങ്ങളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ വരണം. ആ വചനം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് വിശുദ്ധിയെ പ്രാപിക്കാം. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷവും നീക്കിക്കളയണം. ഹല്ലേലൂയ. എല്ലാം മണം തരുന്നതാണെങ്കിൽ എല്ലാ സൗരഭ്യം നമുക്ക് ഇഷ്ടപ്പെടുന്നതാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സൗരഭ്യം? ക്രിസ്തുവിന്റെ വാസന. നാം കർത്താവായ യേശു ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിന്റെ വീണ്ടും തന്നെ പ്രാപിക്കുമ്പോൾ, കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഇവിടെ ജഡത്തിന്റെ അശുദ്ധിയെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് നമ്മൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ഹല്ലേലൂയ ശരീരവും കർത്താവിന് ആവശ്യമാണ്. അതായത് ജീവനുള്ള ആരാധന കഴിക്കണമെന്ന് പൗലോസ് പറയുക. ഇവിടെ ആരാധനയ്ക്ക് എന്തെങ്കിലും ജീവൻ ഉണ്ടാകണം. ഉറങ്ങിയും മയങ്ങിയും തൂങ്ങിയും പിന്നെ ആമയിലെല്ലാം അശുദ്ധമായതും ചെയ്ത് പലതും ചിന്തിച്ചും പല വഴിയിലൂടെ നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ പോയി. അങ്ങനെയല്ല. നമ്മൾ ഏകാഗ്രത ഹൃദയത്തോടെ നിർമ്മലതയോടെ പവിത്രമായ ഒരു നല്ല അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ കർത്താവിനെ ജീവനുള്ള ആരാധനയായി ശരീരത്തിനകത്ത് വിശുദ്ധിയെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോഴാണ് ദൈവമഹത്വം നമ്മളിലേക്ക് ഇറങ്ങുന്നത്. ഈ ദൈവ തേജസ് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാല് അത് വലിയ വില കൊടുക്കണം. എല്ലാവരും പേരും ദൈവ തേജസ് ഇല്ല. പുറമേ കാണുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായ അനുഭവമൊക്കെ ഉണ്ടെങ്കിലും അകം മുഴുവൻ അശുദ്ധിയാണ്.
നമ്മൾ ഈ മനുഷ്യനെയൊക്കെ നമ്മൾ വേദപുസ്തകം തന്നെ പറയുന്നതാണ്, നമ്മൾ മനുഷ്യൻ മരിച്ചാൽ അവരെ കൊണ്ട് അടക്കുന്ന കല്ലറയില്ല. അല്ലേരിയ. ചെല്ല് ദഹിപ്പിക്കും, ചിലര് കുഴിച്ചിടും, ചിലര് കല്ലറയിൽ വെക്കും. ഈ കല്ലറ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബോഡി പിടിപ്പിച്ച് പണിത് നല്ല വില കൂടിയ ടൈൽസ് ഒക്കെ ഇട്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത്. അതിന് ചില കല്ലറയ്ക്ക് നന്നായിട്ട് വെള്ളം തേച്ച് അതിന്റെ പൂശിയൊക്കെ ഇടും. പക്ഷെ പുറമേ നല്ല പ്രൗഢഗംഭീരമായ കല്ലറയാണെങ്കിലും അകത്തെന്താ? അകത്ത് ചീഞ്ഞ അസ്ഥികളും ദുർഗന്ധങ്ങളുമാണ്. ഫ്രൈസറോ എന്നെ കേൾക്കുന്ന പ്രൗഢഗംഭീരമായ ഏറ്റവും നല്ല നിറമുള്ളത്, ഏറ്റവും വിശേഷകേറിയ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ പുറമേ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് കാര്യമായില്ല. അകത്തെ അശുദ്ധിയെ മാറ്റിക്കളയണം. ഫ്രൈസറോ അകത്തെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധി പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലേരിയ. ചിലരൊക്കെ ദിനംതോറും പള്ളിയിലൊക്കെ പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര വിശുദ്ധന്മാരാൻ തോന്നും. പക്ഷെ അകത്തിരിക്കുന്നത് പൊട്ടയണലി തൊട്ട് സകലം മലമ്പാമ്പുണ്ട്. വനമാണ് പലരുടെയും ഹൃദയം, ജീവിതം എന്നൊക്കെ പറയുന്നത്. അല്ലേരിയ. നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകണം. ആ ജീവൻ ക്രിസ്തു മൂലം വരണം. അല്ലേരിയ. ആത്മാവിൽ നമ്മൾ ജീവിക്കപ്പെടണം. ലോകത്തിന്റെ സകല അശുദ്ധമായതിനെ നീക്കിക്കളഞ്ഞ് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ ജീവനും വിശുദ്ധിയുടെ യാഗമായി അതെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളൂ. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ആലയത്തിൽ വരേണ്ടത്. സഭയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, പാർശ്വ പ്രസാദിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസാദിപ്പിക്കാൻ വേണ്ടി, കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആരാധനയ്ക്ക് പോകേണ്ടത്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ലോകത്തിൽ ആരെയും പ്രസാദിപ്പിക്കാൻ നമ്മൾ ആരാധിക്കരുത്. നമ്മൾ ദൈവത്തെ ദിവസം നിൽക്കരുത്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതിന് ഈ ലോകത്തിന് അനുപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികത ഭിന്നത തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അല്ലേരിയ. ഈ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ സ്വന്തമായിട്ടെടുത്ത് ചെയ്യേണ്ട തീരുമാനമാണ്. അല്ലേരിയ. അനേകർ ഇത് പ്രാർത്ഥിക്കുന്നുവെങ്കിലും അല്ലേരിയ പലരുടെയും ഹൃദയം ഭൗതിക ആവശ്യങ്ങളിലും ലോകപരമായ ചിന്തയിലും ഒക്കെയാണ്. പ്രാർത്ഥിക്കാനിരുന്ന് ജഡമിരുന്ന് എന്തൊക്കെയോ ജൽപ്പനം ചെയ്യുക. പക്ഷെ മനസ്സും ശരീരവും എല്ലാം എവിടെയാണ്? അവരുടെ കുടുംബത്തെക്കുറിച്ചും, മക്കളെക്കുറിച്ചും, മരുമക്കളെക്കുറിച്ചും, കൊച്ചുമക്കളെക്കുറിച്ചും, അവരുടെ നന്മകളെക്കുറിച്ചും, നാളത്തെക്കുറിച്ചും, ഭാവിയെക്കുറിച്ചും, പൈസയെക്കുറിച്ചും അങ്ങനെ പലവിധമായ ചിന്തകളാണ്. പ്രൈസലോ. അല്ലേരിയ. നമ്മൾ ദൈവസ്നേഹിയിൽ വിശുദ്ധമായിട്ട് കടന്നു വന്ന് നമ്മുടെ ഹൃദയം മറ്റൊന്നിലേക്കും പോകാതെ ദൈവവചനത്താൽ നിറയപ്പെട്ട്, അഭിഷേകത്താൽ നിറയപ്പെട്ട് വിശുദ്ധിയോടെ ദൈവസ്നേഹിയിൽ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. പ്രൈസലോ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു മറുപടി കാണുന്നില്ല. എന്തോ ഇങ്ങനെ തന്നെയാണോ, എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്റെ ഏരിയ അതാരുടെയും കുഴപ്പമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്? നമ്മൾ ജീവനുള്ള യാഗമായി ദൈവസേനയ്ക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ്. ജീവനുള്ള യാഗമായി താങ്കൾ ദൈവത്തെങ്കിലും വരുമ്പോൾ താങ്കളുടെ ജീവൻ വെളിപ്പെടും. അല്ലേരിയ. താങ്കളുടെ ആ ജീവൻ വെളിപ്പെട്ട് കഴിയുമ്പോൾ താങ്കളുടെ കുടുംബത്തിലുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റും. ആ ജീവൻ നിങ്ങളെ മരണത്തിൽ നിന്ന് നിത്യത്തിലേക്ക് നടത്തുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവന്റെ അവകാശിയായി നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യണം. പ്രൈസർ. ഇവിടെ രാഷ്ട്രീയക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, മതങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യം നിറയണം. അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകണം. പ്രൈസറോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസമില്ല. നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നിന്റെ മുമ്പിൽ നമ്മൾ പോകണ്ട. മറ്റാരുടെയും മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിലോ അല്ലെങ്കിൽ മനുഷ്യന്റെ കൈവേലുകൾ കൊണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളുടെ മുമ്പിലോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തോടാണ്. പ്രൈസറോ. ജീവനുള്ള ദൈവത്തോട് ഹൃദയം തുറന്ന് ജീവനുള്ള ശരീരത്തോടെ വിശുദ്ധിയെ കാത്തുകൊണ്ട് മനസ്സ് മുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ആത്മാവിൽ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസറോ ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പ്രൈസറോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആള് വിശ്വാസത്താൽ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, ഹൃദയത്തിൽ എൻ്റെ കർത്താവിന് ഇരിപ്പിടം കൊടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കും. എനിക്ക് അവിശ്വാസമില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്.
ഈ കാണുന്ന ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ച് ഈ പ്രകൃതി ഇത്ര രമണീയമായി നിർത്തിയിരിക്കുന്ന ഈ പച്ച വൃക്ഷലതാദികൾ കൊണ്ട് ഇത്ര മനോഹരമായി പ്രകൃതി അണിയിച്ചൊരുക്കി ഒക്കെ നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. പ്രൈസ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ? അല്ലേലി. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവിനെ വിശ്വസിക്കും. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾക്ക് വിശ്വാസം വേണം. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? എത്ര കാലമായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ആരോടെല്ലാം എന്റെ പ്രാർത്ഥന വിഷയം പറഞ്ഞു, ഒന്നിനും ഒരു മറുപടി കണ്ടില്ലല്ലോ, എന്റെ ഗതി ഇതാണ്, എന്റെ വിധി ഇതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാ കാലത്തും അങ്ങനെ പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. അല്ലേ? പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. അല്ലേ? ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തേണ്ടത്. അല്ലേരിയ. അപ്പം ദൈവസന്നിധികൾ പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നെല്ലാം നിങ്ങൾ കരുതുക. നിങ്ങൾ ശക്തമായി ദൈവസന്നിധി പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോബ് പോരാടി പ്രാർത്ഥിച്ചു. അല്ലേലിയ. ആ ഒരു പോരാട്ട പ്രാർത്ഥനയെ കുറിച്ച് ആ 32-32 വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എനിക്കൊരു പുരുഷ സന്താനത്തെ തരണമെന്ന് തന്നെ പോരാടി പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച അനവധി ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനവധി ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് പലരുടെയും ജീവിതാനുഭവങ്ങളിൽ പലരുടെയും പ്രാർത്ഥന വീരന്മാരുടെ പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. അല്ലേലിയ. അപ്പൊ ഞാൻ കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ നീക്കി എന്നെ വിശ്വാസത്തിൽ നിറയ്ക്കണമെന്ന് ഞാൻ പറയും. ഈ ലോകം സാത്താന്റെ കയ്യിലായതുകൊണ്ട് നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. സാത്താനോട് പോരാടുന്നത് കേട്ടോ. പ്രൈസ്. സാത്താനോട് പോരാടണമെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുക. പോരാടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പോരാടി, അതാർക്കും പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നായിരിക്കും തോന്നുന്നത്. അത് പോരാടി എന്ത് പോരാടണമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനിൽ കിടക്കും. 1 യോഹന്നാൻ 5:19. സർവ്വലോകവും ദുഷ്ടന്റെ അധീനിൽ കിടക്കുന്നു പറയുമ്പോൾ സകല ജനത്തിലും ദുഷ്ടന്റെ അധീനിൽ വീണ് പാപത്തിന് വശീകരണപ്പെട്ട് കഴിയുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു പോരാടി വിശ്വാസത്തിൽ ഉറച്ചെടുപ്പാൻ കഴിയാത്തതിന് നമ്മളിതിന്റെ സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ പോരാടുന്നത്. പ്രാർത്ഥന സാത്താനിന്റെ തന്ത്രങ്ങൾക്കെതിരെയാണ്. സാത്താൻ പിശാചിനെതിരെ നമ്മൾ പോരാടി അവനെ ജയിക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. ലൂക്കോസിന്റെ 10:19 കാണുന്നുണ്ട്. അല്ലേലിയ. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ, അല്ലേലിയ, നമ്മളത് വിനിയോഗിക്കണം. അല്ലേലിയ. ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഒറ്റ അവസരമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കും. ചില വിശുദ്ധന്മാരുടെയൊക്കെ അനുഭവങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ രാജാവിനെ ബഹുമാനിക്കുക, സന്ദർശിക്കുവാൻ അതിരാവിലെ ഉണർവോടെ എഴുന്നേക്കുമെന്നാണ്. അല്ലേലിയ. ചില ഭക്തന്മാരൊക്കെ എങ്ങനെയാണ്? അവർക്ക് രാവിലെ എഴുന്നേറ്റ് രാജാവിന്റെ മുഖം കാണണം, കർത്താവിന്റെ മുഖം കാണണം, കർത്താവുമായിട്ട് സംസാരിക്കണം, കർത്താവിന്റെ സന്നിധിയിലും അവൻ സന്തോഷിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യും? അവർ രാവിലെ ഉണർവോടെ എഴുന്നേറ്റ് വന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ച് സംഗീത പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം എന്താണ്? യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പം ചിലപ്പോൾ വിശുദ്ധന്മാർ അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ? പ്രാർത്ഥനയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മൾ തകർന്ന തരിപ്പണമാകും. അല്ലേലിയ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അല്ലേലിയ. അതിനെ നമ്മൾ ജയിക്കണം. അല്ലേലിയ. ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കർത്താവ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. യേശു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ എന്തെല്ലാം വെല്ലുവിളികളാണ്. സകല ജനങ്ങളും യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വെല്ലുവിളിക്കുക. അന്നത്തെ പുരോഹിത സംഘങ്ങളും ന്യായശാസ്ത്രിമാരും പരീശന്മാരും സാധുക്കരും ഒക്കെ റോമൻ പടയാളികളും റോമൻ പട്ടാളവും റോമൻ നിയമങ്ങളും ഒക്കെ യഹൂദന്മാരും സ്വന്തത്തിലുള്ളവരും പോലും യേശുവിനെതിരെ വിരോധമായി നിൽക്കുക. പക്ഷെ യേശു അതിനെല്ലാം രാത്രിയുടെ സമയങ്ങളിൽ മലമേൽ പോയി പോരാടി പ്രാർത്ഥിച്ചതിലേക്ക് ജയിച്ചു എന്ന അല്ലേലിയ. പ്രാർത്ഥിച്ച യേശുവിനെ പരാജയപ്പെടുത്താൻ ദുഷ്ടശക്തികൾക്ക് സാത്താന് കഴിഞ്ഞില്ല. 40 ദിവസം അല്ലെങ്കിൽ യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ കാണും. 40-ാമത്തെ ദിവസം പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനാണെങ്കിൽ
ഈ കല്ലൊന്ന് അപ്പമായി തീരുവാൻ കൽപ്പിക്കണം. അതിന്റെ ഒരു പരീക്ഷയാണ്. ഉയർന്ന മലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് അല്ലെങ്കിൽ സ്വതം നീ ഇവിടെ നിന്ന് നീ എല്ലാം നോക്കി കാണാം, ഇതെല്ലാം ഞാൻ നിനക്ക് നീ വീണ്ടും നമസ്കരിച്ചാൽ മതി, വലിയ ദേവാലയ അഗ്രഹ കൂട്ടി നീ ഇവിടെ ചാട്, നിന്നെ കാക്കാൻ ദൂരമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 3ഓളം പരീക്ഷകൾ നമ്മുടെ കർത്താവിന് വന്നപ്പോഴും കർത്താവ് അതിനെ ജയിച്ച് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ്, വിശുദ്ധി, കർത്താവിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. കാരണം എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നമ്മൾ ഓർത്തു നോക്കിയിട്ട് നമ്മളെപ്പോഴും യേശുവിനെ മാറുകയാക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അതൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. തോന്നിയാലും എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമൊന്നും. ഞാൻ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ വന്നയാളാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിശ്വാസത്തിൽ പോരാടി പ്രാർത്ഥിക്കാൻ എന്നെയും ദൈവാത്മാവ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നയാളാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ വിശുദ്ധന്മാരൊക്കെ രാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുഖം കാണാൻ ആഗ്രഹിച്ചതുപോലെ നമ്മൾ കർത്താവിന്റെ മുഖം കാണുവാൻ ആഗ്രഹിക്കണം. കർത്താവിന്റെ സന്നിധി നമ്മൾ വരണം. രാവിലെ ദൈവസന്നിധി വരണം. ഹല്ലേലൂയ. ദൈവസന്നിധി വരണം, വന്ന് ദൈവസന്നിധി ഇരിക്കണം. ദൈവം നമുക്ക് സത്യവേദ പുസ്തകം നിവർക്കണം. ഒരുപാട് വേദപുസ്തകങ്ങളുണ്ട് കേട്ടോ. ഈയിടെ ഒരു സഹോദരൻ എനിക്ക് തോന്നി, നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഞങ്ങളുടെ ഇരിക്കുന്ന വേദപുസ്തകം, ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് വേദപുസ്തകമുണ്ട്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളടക്കം ഇത് വേദപുസ്തകം പകർത്തി എഴുതിയിട്ട് അച്ചടിച്ച് പ്രിന്റിങ് ചെയ്ത് വേദപുസ്തകം വെച്ചിട്ടുണ്ട്. അതെല്ലാം വേദപുസ്തകം അംഗീകരിക്കാൻ പറ്റുമോ? ഒരുപാട് പേര് പണിയില്ലാതെ ഈ പുസ്തകം പകർത്തുന്നുണ്ട്. ഹല്ലേലൂയ. പകർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എഴുതി പഠിക്കുന്ന നല്ല കാര്യമാണ്. വേദപുസ്തകം ബൈബിൾ കുറെ ഉള്ളിൽ കയറുമല്ലോ. പക്ഷെ ഇത് മുഴുവൻ എഴുതി പഠിച്ചിട്ട് എഴുതിയ ഒരു വാക്യം പോലും ചോദിച്ചാൽ അറിയാൻ വരാത്തവരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആരോട് ചോദിച്ചല്ലോ, എന്നോട് ബൈബിൾ എഴുതി പഠിക്കുക. അപ്പോൾ ഒരു 2 ആഴ്ച എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എഴുതി വല്ലതൊന്നും കാണാതെ പറയാൻ പറ്റും? എഴുതി അന്നേരം തന്നെ അത് മറന്നുപോയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. അപ്പം ഒരുപാട് പുസ്തകം ഉണ്ടെങ്കിൽ, വേദപുസ്തകം ഒരുപാട് ഉണ്ടെങ്കിലും സത്യവേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദപുസ്തകം യഥാർത്ഥ ബൈബിൾ കേട്ടോ. കാനൂരികമായിട്ട് അംഗീകരിച്ച അപ്പോസ്തലന്മാർ അംഗീകരിച്ച ആദിമസഭ അംഗീകരിച്ച സ്തോത്രം അതിന്റെ മൂല്യമുള്ള ഏക പുസ്തകം സത്യവേദ പുസ്തകം, ഈ കറുത്ത ബൈബിളിന്റെ പുസ്തകമാണ് കേട്ടോ. ഇപ്പൊ പല ബൈബിളിലൊക്കെ ഇറങ്ങുന്നുണ്ട്, അല്ലാതെ വേറെ ഒരുപാടുണ്ട്, അത് വേറെ. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഈ സത്യവേദ പുസ്തകത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം നടന്നിട്ട് വേണം നാം ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മുടെ ആത്മാവും പ്രാണനും ശരീരത്തെയും കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പലരും തങ്ങളുടെ ആത്മാവിനും പ്രാണനും ശരീരം കർത്താവിന് കൊടുക്കത്തില്ല. പകുതി രോഗക്കാർക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പകുതി രോഗക്കാർ കൊടുക്കും, പകുതി ഇവിടുത്തെ സാത്താന് കൊടുക്കും. കർത്താവിന് വേണ്ടി അവരൊന്നും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. സാത്താനി ആരാധന ലോകം മുഴുവൻ വ്യാപകമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളും സാത്താന്റെ സഭകളുണ്ടെന്ന് പറയുന്നു. സാത്താനി ആരാധനയുണ്ട്. ഓൺലൈനിലൊക്കെ സാത്താനി ആരാധന ഒരുപാടാണ്. അതുകൊണ്ട് സാത്താന്റെ പിന്നാലെ പോകുന്ന ഒരുപാട് പേര്. മനുഷ്യ ദൈവങ്ങൾ ഒരുപാട് പെരുകി. ആൾ ദൈവങ്ങൾ കുട്ടികളെ പോലും പിടിച്ച് ദൈവങ്ങളാക്കി. ഒരുപാട് സഹോദരിമാര് ദൈവങ്ങളുണ്ട്, ഒരുപാട് ആണുങ്ങൾ ദൈവങ്ങൾ, അങ്ങനെ ഒരുപാട് മനുഷ്യാവതാരങ്ങൾ ദൈവങ്ങളായി മാറിയിട്ട് പറയാ ഇതെല്ലാം കർത്താവ് യേശുക്രിസ്തുവിന് ശേഷമുള്ള അവതാരങ്ങളാണ്. യേശുക്രിസ്തുവിന് ശേഷമായിട്ട് അവതാരങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ നെല്ലടയ്ക്ക് അത് വിട്ടുതരത്തില്ല. യേശുക്രിസ്തുവിന് ശേഷമായിട്ട് ഒരു അവതാരങ്ങളും ഇല്ല. യേശുക്രിസ്തുവിന് ശേഷമായിട്ട് ആരെയും അവതാരങ്ങളായി വെക്കാതെ യേശു ഭൂമി ശുശ്രൂഷ ചെയ്തപ്പോൾ തന്നെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതിലൊരുത്തൻ പിശാച് കീറി യൂദ, അവർ യേശുവിനെ ഒറ്റിക്കൊടുത്ത് അവൻ പോയി തൂങ്ങി മരിച്ചു. ആ സ്ഥാനത്ത് മത്യാസിനെ തെരഞ്ഞെടുത്ത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി കാണുന്നുണ്ട്. അങ്ങനെ യേശു തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാര് അവതാരങ്ങളല്ല. യേശുക്രിസ്തുവിന് ശേഷം ഉണ്ടായിരുന്ന അവതാരങ്ങളല്ല. അവതാരങ്ങളെ മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തതാ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന് ശേഷം അവതാരങ്ങളില്ല, യേശുക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാരാ. യേശു അതിനുവേണ്ടിയാണ് യേശു ജീവനോടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷാവിധിയിൽ അകപ്പെടും. മർക്കോസ് 16-ാം അധ്യായം 16-17 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ആ യേശുക്രിസ്തുവിന് ശേഷം ഒരവതാരങ്ങളും ഇല്ല. യേശുവിന് ശേഷം ഒരവതാരങ്ങളും ഇല്ല. പക്ഷെ യേശുവിന് ശേഷം ഒരുപാട് അവതാരങ്ങൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ലേരിയ അവതാരങ്ങളൊന്നുമില്ല കേട്ടോ. ശിഷ്യനായിട്ട് മാറണം. ശിക്ഷ ഒരു ഡൂലസ് എന്നൊരു അടിമയായി, ക്രിസ്തുവിന്റെ ഒരു അടിമ. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഇവിടുത്തെ രാജാക്കന്മാർക്കും ഇവിടുത്തെ നിയമങ്ങൾക്കും
ഇവിടുത്തെ പ്രമാണിമാർക്ക് അടിമകളാകുന്ന പോലെയല്ല. ക്രിസ്തുവിനെ അടിമയാകുന്നത് നമ്മൾ സമർപ്പണം എന്നുള്ളതൊക്കെ. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും കർത്താവിന് വിട്ടുകൊടുത്തിട്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ മാധുര്യമേറിയ ആ ഇമ്പസ്വരം നമ്മുടെ കാതുകൾ കേൾക്കും. പ്രൈസലോ. നീ എത്ര തകർന്നു നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയായിരുന്നാലും, നീ എത്ര മടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നാലും, കണ്ണുനീരുകൊണ്ട് നീ നിറഞ്ഞ അനുഭവമായിരുന്നാലും, പരിഹാസത്തിന്റെ ഉടമയായിരുന്നാലും, ആരുടെയും സ്നേഹം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നിങ്ങൾ കർത്താവിന് കൊടുത്ത ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തകളൊക്കെ വിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ മാധുര്യമേറിയ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. നിന്റെ ഭാരങ്ങളെല്ലാം ദൈവം മാറ്റും, നിന്റെ സങ്കടങ്ങളെ മാറ്റും, നിന്റെ ദുഃഖങ്ങളെ മാറ്റും, നിന്റെ എല്ലാ പ്രശ്നത്തിനും കർത്താവ് പരിഹാരം നൽകും. എന്റെ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരമില്ല എന്നോർത്ത് വിലപിക്കുന്ന ശ്രോതാവേ, നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. പ്രൈസ് ലോർഡ്. നിന്റെ വിഷയത്തിന് പരിഹാരം നൽകാൻ വേണ്ടിയിട്ടാണ് യേശു പിതാവിന്റെ വലത്തു ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകും. പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കണം. ആത്മാവ് പ്രാണനും ശരീരവും ദൈവത്തിന് സമർപ്പിക്കുക. ഈ ലോകത്തിന് കൊടുക്കാതെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. പ്രൈസ് ലോർഡ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ നാം വചനം പറയുന്നത്? ഹല്ലേലൂയ. ഇവിടെ 42 സംഗീതത്തിനൊക്കെ വായിച്ചാൽ എന്താണ് കാണുന്നത്? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ. ഞാൻ ഭാഗം വായിക്കാം. 42 സംഗീതം 1-ാം വാക്യം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എത്ര മനോഹരമായ ദൈവവചനം അല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ മാൻ വെള്ളമില്ലാതെ മരുഭൂമിയിൽ കൂടി അലയുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മാനിന്റെ ആ ദാഹം തീരും. അതുകൊണ്ട് മാനിങ്ങനെ മരുഭൂമിയിൽ കൂടെ ഓടുമ്പോൾ വെയിലിന്റെ അനുഭവങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നത് കാണുമ്പോൾ മാനവർക്കും അടുത്തെവിടെയോ വെള്ളമുണ്ടെന്ന്, വെള്ളം വെട്ടുന്നത് പോലെ കാണാം. ഉടനെ മാൻ അതിവേഗത്തിൽ വിടും. അതുകൊണ്ട് മാൻ നീർത്തോടിലേക്ക് ചെല്ലും. നീർത്തോട് കണ്ടു കഴിഞ്ഞാൽ മാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. അല്ലേ? വേദപുസ്തകം പറയുന്നത് വെള്ളത്തിനായി ദാഹിക്കുന്ന മാൻപേടയെ ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യഹൃദയത്തോട് താരതമ്യം ചെയ്യാം. വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരു മാൻപേടയെ കാണിച്ചുകൊണ്ട് ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യയെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ദാഹം യേശുവിനോടായി മാറട്ടെ. കർത്താവിന് വേണ്ടി അവനെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ആ ദൈവിക സാന്നിധ്യം മാധുര്യമേറിയ ആ ഇമ്പസ്വരം കേൾക്കുവാനുള്ള ആ ദാഹം നിനക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി നിന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ അപൂർണതയെ മുഴുവൻ അല്ലേ മാറ്റിത്തരും. അല്ലേറിയ. നിനക്ക് ഒരുപാട് കുറവുകളുണ്ട്. അല്ലേറിയ. മനുഷ്യനല്ലേ ഞാനടക്കം ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളെ പരിഹരിക്കുവാൻ ഏകൻ കർത്താവ് മാത്രമാണ്. അപ്പം വെള്ളത്തിനായി ദാഹിക്കുന്ന മാൻപേടയെ പോലെ ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യഹൃദയത്തെ താരതമ്യം ചെയ്യുന്നു. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനും ഒരു ദൈവത്തെക്കുറിച്ചുള്ള വാഞ്ചയുണ്ട്. ഏത് മതവിശ്വാസമായിരുന്നാലും അവർക്ക് അവരുടെ ദൈവത്തെക്കുറിച്ചൊരു വാഞ്ചയും വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ കാണാറുണ്ടല്ലോ. അല്ലേറിയ. അവരുടെ മതത്തിനെ കുറിച്ച് അവർക്ക് വളരെ വിശ്വാസം വാഞ്ചി എന്ന് പറഞ്ഞവരെ ഒരു ക്രിസ്തു വിശ്വാസി അല്ലേറിയ. അവൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച നമ്മുടെ വീണ്ടെടുക്കാനായിരിക്കും രക്ഷിതമായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് വലിയൊരു വാഞ്ചയുണ്ടാകണം. ഈ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. പ്രൈസ് ലോർഡ്. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കിടക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ തമ്മിൽ പൊരുതുക. മനുഷ്യൻ തമ്മിൽ പൊരുതുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ തമ്മിൽ സ്വന്തം സഹോദരങ്ങൾ പോലും പരസ്പര ആഭിചാരവും മന്ത്രവും കൂടോത്രമൊക്കെ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. സഹോദരി പറഞ്ഞതാണ്. ഒരു സഹോദരി പറയും, എന്റെ സഹോദരി എനിക്കൊരു ഒരുപാട് മന്ത്രവാദങ്ങൾ ചെയ്തത്. അതെ, അങ്ങനെയല്ലേ ഇന്ന് കുടുംബത്തിനകത്ത് സഹോദരന്മാർ പോലും തമ്മിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്ത് ചിന്ന ഭിന്നമായി മാറുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ ഇതൊരു പള്ളിയിലാണെന്നിങ്ങനെ, പള്ളിയിൽ എല്ലാവരും പോകുന്നുണ്ട്, വേഷഭൂഷാദികൾ ധരിച്ചു പോകുന്നെങ്കിലും ഈ പള്ളിയിൽ വന്ന് ഇരിക്കുന്നവരെല്ലാം തമ്മിൽ ചിന്തിരിച്ചായിരിക്കുന്നത്. ഒരുവന്റെ ഉയർത്തിൽ മറ്റൊരു ഇഷ്ടമില്ല. ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാൻ കഴിയുമെങ്കിൽ
അവനെന്തോ ആഭിചാരം കൊണ്ടോ ദുർമന്ത്രവാദം കൊണ്ടോ ദുർസേവ കൊണ്ടോ കൂടോത്രം കൊണ്ടോ ക്ഷുദ്രം കൊണ്ടോ ഒക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. അല്ലേരിയ, ഞങ്ങളെ പോരാടി പ്രാർത്ഥിക്കണം. നീ പോരാടി പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ നിന്നെ ഒരു ആവിചാര മന്ത്രവാദം ദുർബോധിച്ചിട്ട് നിന്നെ തൊടാൻ പറ്റത്തില്ല. അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കെതിരെ പിശാച് തന്ത്രങ്ങൾ ചെയ്താൽ അതങ്ങനെ തന്നെയാണ്. ഈ മന്ത്രവാദം പൂജ എന്നൊക്കെ പറയുന്നത്, ഈ ദുർമന്ത്രവാദമൊക്കെ അത് താൽക്കാലികം കേട്ടോ. നമുക്ക് പണ്ടത്തെ ടെലഫോൺ ഇങ്ങനെ കറക്കി വിടുന്ന സാധനം, 0 കറക്കി 9 വരെ വരും. പക്ഷെ ആ കറക്കി ആ 9 വന്നാൽ 9 നീക്കത്തിൽ വീണ്ടും തിരിച്ച് അപ്പോൾ തന്നെ 0 വരും. വീണ്ടും നമ്മൾ കറക്കും, 9 വീണ്ടും 0 പോകും എന്ന് പറഞ്ഞില്ല. അത് അവിടെ 9 വന്ന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ആ ദൈവമക്കൾക്ക് ഈ തന്ത്രങ്ങൾ മന്ത്രങ്ങൾ പൂജകൾ ആഭിചാരമൊക്കെ ഉണ്ട്. അത് അവരുടെ ചെയ്തൊന്ന് കറക്കും. പക്ഷെ അത് അവിടെ കൊണ്ട് നിർത്താൻ അവൻ അറിയത്തില്ല. അവൻ ചെയ്തിടത്തേക്ക് തന്നെ മടങ്ങി വരും. എവിടെയൊക്കെ വിരൽ തൊട്ടോ അങ്ങോട്ട് മടങ്ങി വരും. ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളൂ. അത് ദൈവമക്കൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ. അല്ല, നിനക്കെതിരെ ഒന്നും സംഭവിക്കുന്നില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷ്മി ഇസ്രായേലിന് ഫലിക്കുകയില്ല. സംഖ്യാപുസ്തകം 23:23. അപ്പൊ അവരെന്തും ചെയ്യട്ടെ, പക്ഷെ നമ്മൾ ശത്രുവിനെതിരെ പോരാടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിന് അനുകൂലമായി തീരാതെ ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സറിഞ്ഞ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്നല്ലേ. അവന് ഭയങ്കര തന്ത്രശാലിയാ. നിന്നെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാൻ, നിന്റെ നന്മ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ ഭവനത്തെയും നശിപ്പിക്കാൻ വേണ്ടി പിശാച് പല പദ്ധതികൾ ഒരുക്കും. നിനക്ക് കണ്ണുനീര് തരാൻ വേണ്ടി. ലേറിയ അവിടെ എന്നെ കേൾക്കുന്ന നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടെ അപ്പന്റെ അടുക്കൽ നമ്മൾ ഹൃദയം തുറന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ സൃഷ്ടമായ ദൈവമാണ് നമ്മുടെ അപ്പൻ, യഥാർത്ഥ അപ്പൻ കേട്ടോ. ഭൂമി നമുക്കൊരപ്പനുണ്ട്, നമുക്ക് ജന്മം തന്ന. പക്ഷെ ആ അപ്പന് പോലും ജന്മം കൊടുത്ത ഒരപ്പനുണ്ട്. നമുക്കെല്ലാം ജന്മം തന്ന സൃഷ്ടാവ്. അപ്പൊ സൃഷ്ടമായ ദൈവം നമ്മുടെ അപ്പനാണ്. നമ്മുടെ അപ്പന്റെ ഒരിക്കൽ ഹൃദയം തുറന്ന് നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വേദനയും കണ്ണുനീരും എല്ലാം കർത്താവ് മാറ്റി തരും. എന്നെ കേൾക്കുന്ന മാതാപിതാ, വേദനയും കണ്ണുനീരും കൊണ്ട് നിറയപ്പെട്ട എന്റെ കുടുംബം, വേദനയും കണ്ണുനീരും കൊണ്ട് നിറയപ്പെട്ട നിന്റെ ജീവിതം, വേദനയും കണ്ണുനീരും കൊണ്ട് നിറയപ്പെട്ട ജോലി മേഖല, വേദനയും കണ്ണുനീരും കൊണ്ട് നിറയപ്പെട്ട നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഒരു സമാധാന സമൃദ്ധി തരാൻ ദൈവം ആഗ്രഹിക്കുക. എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുളയാകമായി സമർപ്പിച്ചുകൊണ്ട് നീ ദൈവസ്ഥനം മുഴങ്ങാനും അടക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേക്കും. പ്രേസരോ, നിന്നെ ഉടയ്ക്കുവാൻ നശിപ്പിക്കുവാൻ ഈ ഉലകത്ത് ശക്തി കഴിയത്തില്ല. നിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ പരാജയങ്ങളെ മാറ്റി നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ എവിടെ തകർന്നോ ആ തകർന്ന സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. പ്രേസോ, എല്ലാ കാലഘട്ടത്തിലും നീ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ഉയർച്ച ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഒരു നന്മ നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഒരനുഗ്രഹം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ കരമടിച്ചെന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്ന സത്യവേദ പുസ്തകത്തിനകത്തെ ജീവനുള്ള വചനങ്ങളാണ്. ജീവന്റെ വചനങ്ങൾ നിന്റെ ഉള്ളിലേക്ക് ആ വചനം സ്പർശിച്ച് ആ വചനം നിന്റെ ഉള്ളിൽ ജീവനായി മാറട്ടെ. ആ വചനം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിന്റെ മനസ്സിന്റെ അവിശ്വാസം നിറഞ്ഞ ആ അശുദ്ധി പോലും ദൈവം നീക്കിക്കളയും. വിശ്വാസം വിശുദ്ധിയില്ല, അവിശ്വാസം അശുദ്ധിയില്ല. അവിശ്വാസം എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ അശുദ്ധിയെ നീങ്ങിയിട്ട് വിശ്വാസം എന്ന വിശുദ്ധിയെ നീ പ്രാപിക്കുമ്പോൾ നിനക്ക് ഉയർച്ച വരും. അല്ലേലിയ, നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കർത്താവിന് കഴിയും. അല്ലേലിയ. അപ്പൊ എഴുതുവാനും വായിക്കുവാനും നിനക്കറിയില്ലെങ്കിലും, അല്ലെങ്കിൽ നിനക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ലെങ്കിലും, നീ മറ്റുള്ളവർ പറയുന്ന ദൈവത്തിന്റെ വചന ശ്രദ്ധയോടെ കേട്ട് അതനുസരിക്കുന്നെങ്കിൽ, എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത അനുഭവത്തി ദൈവദാസന്മാർ പിന്നത്തെ ഇതിൽ ദൈവവചനം നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ശക്തന്മാരായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. അവിടെ ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തെങ്കിലേക്ക് മടങ്ങുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ 50-ാം അധ്യായം 4-ാം വാക്യം, ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ. ഇന്നത്തെ നമ്മുടെ സഭയില് വീട്ടിൽ തളർന്നിരിക്കുന്ന വാക്കുകൊണ്ട് താങ്ങാൻ നമുക്കറിയാമല്ലോ അല്ലേ. അപ്പൊ തളർന്നിരിക്കുന്ന വാക്കുകൊണ്ട് ഒരു താങ്ങോട്ട് താങ്ങിയാൽ പിന്നെ മരണക്കുഴിയിലേക്കാണ് പലരും. ഇതങ്ങനത്തെ താങ്ങല്ലോ കേട്ടോ. ജീവിതത്തിൽ മടുത്ത് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണുനീരിൽ കടക്കണിയിലൂടെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജീവിതത്തിൽ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ ശിഷ്യന്മാരുടെ
അമ്മ താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ ശിഷ്യന്മാരുടെ നാവ്, അത് കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരുടെ നാവിൽ വചനം നിറച്ചതുപോലെ നമ്മെ ദൈവത്തിന്റെ വചനം തന്നു നിറയ്ക്കുക. അവൻ രാവിലെ ദൂരം ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ. അതെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുന്നെങ്കിൽ എല്ലാ നൊമ്പരങ്ങളും മാറും കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും മാറും. തകർന്നിരിക്കുന്ന കുടുംബങ്ങളോട് ഇത് പകൽ പരിശുദ്ധാത്മ പറയുന്നത്, നിന്നെ മാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം എന്താണ്? റോമലേഖനം 12:1-2 വാക്യം. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഇതുപോലെ എന്നോടൊപ്പം ചേരാമോ പ്രാർത്ഥനയിൽ? കർത്താവേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, തകർച്ചകൾ, വീഴ്ചകൾ എല്ലാം നീക്കി ജീവനുള്ള യാഗമായി വിശുദ്ധിയുള്ള ഒരു മനസ്സോടെ വിശ്വാസത്തിൽ ഉറച്ച് ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ സകല പ്രശ്ന പരിഹാരം നൽകണമേ. ഞാൻ തകർന്നു പോകുന്ന അനുഭവമാണ്, തകർച്ച അനുഭവമാണ്. അതെനിക്ക് ഉയർച്ച അങ്ങേക്ക് തരുവാൻ കഴിയും. ഈ ലോകത്തെ എൻ്റെ ഉപയായി ഒന്നും തീരെ എന്റെ മനസ്സ് പുതുക്കി അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞതിനോട് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യുവനത്തിനും വാർത്തതിനാലും വൃദ്ധ യാചക ഓർഫന ചോട്ടൻ യുവ തടവറയിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതിന്റെ മത സാമൂഹിക സംസ്കാരം മാധ്യമ മീഡിയ അല്ലെങ്കിൽ സയൻസ് അടക്കം സകല ജനത്തെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന തകർന്ന തരിപ്പണമായി കണ്ണുനീരിൽ ദുഃഖത്തിന്റെ അഴിവ് കടന്നു പോകുന്ന അനേകർക്ക് ആശ്വാസത്തിന്റെ വിടലിലെ സന്ദേശം കർത്താവി വചനം അനേകരുടെ താമ്യത അല്ലെങ്കിൽ പാപത്തെ മരിച്ചിട്ടുള്ള ശരീരത്തെ ജീവന്റെ യാഗമായി ദൈവത്തിന്റെ സാധാരണ യാഗമായി സമർപ്പിക്കുവാൻ അനേകരുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനത്തെ നിറയ്ക്കണമേ. അവരുടെ കഷ്ടനഷ്ടവേദ ദുഃഖ സങ്കടങ്ങൾ, ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ എന്തിനേറ്റ് അവർ അടിമപ്പെട്ടിരിക്കുന്നു അതിന്റെ വിടിവിച്ച് അവർക്ക് സ്വസ്ഥ സമാധാനം കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറുവാൻ സകല ജനത്തെ ഒരുക്കണം. ദൈവദാസിദാസന്മാരെയും ലോകമാണ് കർത്താവിന് വേണ്ടി സ്നേഹിച്ച് കടന്നു ദൈവത്തിന്റെ ദാസദാസന്മാർ അവരെ ദൈവം അവരനുഭവി കഷ്ടനഷ്ടവേദ ദുഃഖങ്ങൾ നിലയിൽ ഒരാശ്വാസം കൊടുക്കണമേ. ഇന്നത്തെ പകൽ കർത്താവ് സകല ജനത്തെ അനുകരിക്കണം. യാത്ര ജോലി വാഹനത്തിൽ കരുതണം. കാലവർഷം പലയിടത്തും ശക്തമാണെങ്കിലും കർത്താവ് സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.